നമസ്കാരം. ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെയധികം വേദനയോടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു എപ്പിസോഡാണെന്ന്. മറ്റൊന്നുമല്ല, നടൻ ശ്രീനിവാസൻ്റെ അവസാനത്തെ നാളുകളും അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയും. എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളേ ഉള്ളൂ. ഞാൻ തന്നെ. നടൻ ശ്രീനിവാസനെ ഓർക്കാത്തതായി ആരും ഉണ്ടാവില്ല. കാരണം മലയാളികൾക്ക് ഇത്രയേറെ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച, ഹിറ്റ് സിനിമകൾ മാത്രമല്ല, മലയാളത്തിൽ ഇന്നും ഇലക്ഷൻ അടുക്കുമ്പോഴൊക്കെ ട്രോളുകളുടെ മേളിൽ ട്രോളുകളായിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ശ്രീനിവാസൻ കോറിയിട്ട ആ രചനാ വൈഭവങ്ങളാണ് ഇന്നും ട്രോളുകളിൽ നിറയുന്നത്. അതും മറ്റൊന്നും കൊണ്ടല്ല, സാധാരണക്കാരൻ്റെ ജീവിതം, അതുപോലെ തന്നെ തമാശ കലർന്ന ജീവിതത്തിലുണ്ടാകുന്ന തമാശകൾ, ഇതിനെയെല്ലാം വളരെ വ്യക്തമായി കൃത്യതയോടെ അഭ്രപാളികളിൽ ഒരു സാധാരണക്കാരനെ പോലെ അവതരിപ്പിച്ച് തൻ്റെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി തനിക്കിണങ്ങുന്ന കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച് അതിന് രൂപവും ഭാവവും കൊടുത്ത് അങ്ങനെ തിരശ്ശീലയിൽ നിറഞ്ഞു നിന്ന ശ്രീനിവാസൻ ഓർമ്മയായി. ശ്രീനിവാസൻ പലപ്പോഴും പറയുമായിരുന്നു, എനിക്ക് എഴുതാനുള്ള പ്രചോദനം കിട്ടിയത് ചെന്നൈയിൽ സത്യൻ അന്തിക്കാടിനോടൊപ്പമാണ്. അതുപോലെ തന്നെ പ്രിയദർശനാണ് അഭിനയിക്കാൻ ചെന്നപ്പോൾ തനിക്ക് അഭിനയിക്കണമെങ്കിൽ ഇവിടെ ഒരു സാധനമില്ല, അത് വേണ്ടത് സ്ക്രിപ്റ്റാണ്, എഴുതാൻ പറ്റിയാൽ എഴുതിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നുറുങ്ങുകൾ, സംസാരിക്കുമ്പോഴൊക്കെ നുറുങ്ങുകളും രസകരമായ അനുഭവങ്ങളും കൊണ്ടൊക്കെ പ്രേക്ഷകനെ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ശ്രീനിവാസൻ. എനിക്കും അദ്ദേഹത്തോട് വളരെ അധികം അടുപ്പമുണ്ടായിരുന്നു. എന്ന് വെച്ച് വളരെയധികം അടുത്ത സുഹൃത്തൊന്നും ആയിരുന്നില്ല. ഒരു പ്രോജക്റ്റ് ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നതുമില്ല. അത് എനിക്കൊരു നഷ്ടമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ശ്രീനിവാസൻ നടൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം മനുഷ്യ സ്നേഹിയും കൂടിയായിരുന്നു. മലയാള സിനിമയിൽ ഇന്നുവരെ ആരും കുറ്റം പറയാത്ത, ആരും എടുത്തിട്ട് അലക്കാത്ത ഒരു നടൻ ആരുണ്ട്, അല്ലെങ്കിൽ ഒരു സംവിധായകൻ ആരുണ്ട്, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് ആരുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അത് ശ്രീനിവാസൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാവാം. അങ്ങനെ അദ്ദേഹം ഓർമ്മയായപ്പോൾ മലയാള സിനിമയിലെയും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുമൊക്കെയുള്ള അതികായകർ ഒരുപാട് പേർ അവിടെ അദ്ദേഹത്തെ കാണാൻ വന്നു. വീട്ടിൽ നിന്നും എറണാകുളം ടൗൺ ഹാളിലേക്ക് ആ ശരീരം മാറ്റിയപ്പോൾ അവിടെയും എല്ലാവരും, അതായത് മലയാള സിനിമ ഒന്നടങ്കം എന്ന് തന്നെ പറയാം, മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള സർവ്വ ആളുകളും അവിടെ അദ്ദേഹത്തെ കാണാനായി എത്തി. ആ കാണാനായി എത്തിയപ്പോൾ അദ്ദേഹത്തിനടുത്ത് മുഖ്യമന്ത്രിയും വന്നു. മുഖ്യമന്ത്രി വളരെ തന്മയത്വത്തോടെ വന്നു. അദ്ദേഹം അല്പനേരം നോക്കി നിന്നിട്ട് മുഖ്യമന്ത്രി ഒരു റീത്ത് അവിടെ വെച്ചു. ആ റീത്ത് വച്ചതിന് ശേഷം തൻ്റെ അമ്മയുടെ അടുത്ത് ഹൃദയവേദനയോടെ ഇരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ തോളിൽ കൈവച്ചു. ധ്യാൻ അല്പ വിഷമത്തോടെ തന്നെ അദ്ദേഹത്തെ ഒന്ന് നോക്കി, എഴുന്നേറ്റില്ല, അവിടെ തന്നെ ഇരുന്നു. ആ നോട്ടത്തിൽ തന്നെ എല്ലാ വിഷമങ്ങളും ഉണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ മനസ്സിലായി. അദ്ദേഹം അല്പനേരം കൊണ്ട് നോക്കി നിന്നിട്ട് അവിടെ നിന്നും യാത്രയായി. ഈ സമയത്ത്, അതായത് തൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത്, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം അച്ഛനെയാണ് എന്ന് പല സ്ഥലങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുള്ള ആ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാം, എനിക്ക് ലോകത്തിൽ
ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എന്റെ അച്ഛനാണ്. ആ, അയാള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ലോകത്തിൽ എന്തും. ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാ, എന്റെ അച്ഛനാണ്. മനസ്സിലായില്ലേ? അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ, അച്ഛൻ്റെ ഡെഡ് ബോഡിക്ക് മുന്നിൽ അവിടെ അത്രയധികം വിഷമത്തോടെ ഇരിക്കുമ്പോൾ എഴുന്നേൽക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് കമൻറ്റുകൾ, അത് കമ്മിക്കൂട്ടങ്ങളുടെ കമൻറ്റുകളാണ്. അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂത്തയാളല്ലേ വന്നത്, പ്രായത്തിൽ മൂത്തയാളല്ലേ, ഒന്ന് എഴുന്നേൽക്കേണ്ടതല്ലേ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയല്ലേ, ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വരുമ്പോൾ ധ്യാനിന് ഒന്ന് എഴുന്നേറ്റാൽ എന്താ, ഇത്രയ്ക്കും അഹങ്കാരം കൂടിപ്പോയോ എന്നിങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കമൻ്റ് ഇടുന്നവന്മാരോടൊക്കെ ഒരു കാര്യം പറയട്ടെ, മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, ആര് വന്നാലും തൻ്റെ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ആ മനോവേദനയോടുകൂടി ഇരിക്കുന്ന സമയത്ത് അവിടെ ആരെടുത്തു വന്നാലും ചിലപ്പോൾ തൻ്റെ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മകൻ ചെയ്യേണ്ടിയിരുന്നത് വളരെ വൃത്തിയായി അദ്ദേഹം അത് ചെയ്തു എന്ന് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹം അത് വളരെ വൃത്തിയായി തന്നെ, വൃത്തിയായി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ആ മനോവേദനയോടെ തന്നെ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. എഴുന്നേൽക്കേണ്ട ഒരാവശ്യവും വന്നില്ല, ഒരാവശ്യവുമില്ലായിരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും വളരെ വ്യക്തമായി മനസ്സിലാക്കി കാണും. പക്ഷേ ഈ കമ്മിക്കൂട്ടങ്ങളുണ്ടല്ലോ, എന്തിനും ഏതിനും കമൻ്റിട്ട് ആളുകളെ വെറുപ്പിക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ, അവരാണല്ലോ CPM-ൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിജയത്തിനൊക്കെ കാരണമായ ആളുകൾ. അവരൊക്കെ ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് അവസാനം ഇതൊരു വലിയ സംഭവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. ആ പോറ്റിപ്പാട്ടിനെതിരെ കേസെടുത്തതുപോലെ. എന്താണെങ്കിലും ശരി, ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും രണ്ടുപേരും അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്ന അവരുടെ അച്ഛനെ, മറ്റാരെയും പോലെ അവർക്ക് അവരുടെ അച്ഛൻ വലുതായിരുന്നു. അവർ മറ്റൊന്നുമല്ല ചിന്തിച്ചത്, അവിടെ വരുന്ന VIPകളെയോ VVIPകളെയോ മുഖ്യമന്ത്രിയെയോ അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഒന്നുമല്ല അവർ ശ്രദ്ധിച്ചത്. അവരുടെ ചിന്ത മുഴുവൻ അവരുടെ പോയകാല ആ അനുഭവങ്ങളും അച്ഛനോടൊത്തുള്ള ആ നിമിഷങ്ങളുമൊക്കെ മനസ്സിൽ ഓടി മാഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അവിടെ എത്തിയത്. പക്ഷേ കമ്മിക്കൂട്ടങ്ങൾ ഇങ്ങനെ കിടന്ന് കരയേണ്ടതില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. കഷ്ടമാണ് കേട്ടോ. നിങ്ങളൊക്കെയാണ് ഇതേപോലെ നെഗറ്റീവ് കമൻറ്റും ഒക്കെയായി രംഗത്ത് വരുന്ന നിങ്ങളാണ് ഈ സമൂഹത്തിൻ്റെ ശാപം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.